പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. ദുബായിലെ ഫസ്റ്റ് ടൈം ഹോം ബയർ പദ്ധതി വിജയകരമായി മുന്നേറുന്നു. സ്വന്തമായി വീട് വാങ്ങുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും ഇക്കണോമി ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ആരംഭിച്ച ഫസ്റ്റ് ടൈം ഹോം ബയർ പദ്ധതിയിലൂടെ ഒരു വർഷത്തിനിടെ 3200-ലധികം പേരാണ് സ്വന്തമായി വീട് വാങ്ങിയത്. 5 ശതകോടിയിലധികം ദിർഹത്തിന്റെ റെക്കോർഡ് ഇടപാടുകളാണ് ഈ പദ്ധതിയിലൂടെ ദുബായ് പ്രോപ്പർട്ടി വിപണിയിൽ നടന്നത്. പ്രവാസികൾക്ക് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം എളുപ്പമാക്കാൻ പദ്ധതി വഴി സാധിച്ചു. പ്രാരംഭ തടസ്സങ്ങൾ കുറച്ചതോടെ ഇതുവരെ 3200-ലധികം പേർ വീട് സ്വന്തമാക്കി. വർഷങ്ങളായി ദുബായിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും പുതിയ പ്രൊഫഷണലുകളുമാണ് വീട് വാങ്ങിയവരിൽ അധികവും. UAE-യിലെ പ്രമുഖരായ 9ഓളം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരാണ് ഈ പദ്ധതിക്ക് പിന്തുണയുമായി സർക്കാരിനൊപ്പം ചേർന്നത്. ദുബായിലെ ജനസംഖ്യയും സാമ്പത്തിക ആകർഷണീയതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വസ്തുവകകൾ വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഭാവിയിൽ പ്രോപ്പർട്ടി വില ഇനിയും ഉയരുമെന്നതിനാൽ ഇത്തരം സർക്കാർ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് വലിയ ലാഭമുണ്ടാക്കുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. സ്വദേശികളായ യുവതലമുറയും തങ്ങളുടെ ആദ്യ വസതികൾ സ്വന്തമാക്കാൻ ഈ സർക്കാർ പദ്ധതി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വാടക വിപണിയിലെ നിരന്തരമായ മാറ്റങ്ങളിൽ നിന്നും വിലക്കയറ്റത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ സ്വന്തം വീട് വാങ്ങുന്നതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. H-1B വിസ ഫീസ് വർധന US കോടതി റദ്ദാക്കി. ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്നാണ് വിമർശനം. H-1B ഫീസ് വർധന കുത്തനെ കൂട്ടാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ട്രംപിന്റെ തീരുമാനം US കോടതി റദ്ദാക്കി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1 ലക്ഷം ആയിരുന്നു ട്രംപ് ഭരണകൂടം ഫീസായി നിശ്ചയിച്ചത്. ഇത്രയും വലിയ തുക ഫീസായി ഈടാക്കാൻ ഭരണകൂടത്തിന് നിയമപരമായി അധികാരമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അമേരിക്കൻ കമ്പനികൾക്ക് അസാധ്യമാകുന്ന തരത്തിലാണ് ഫീസ് വർധനയെന്നും കോടതി വിലയിരുത്തി. 20 ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക വിധി. ഫീസ് വർധന വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പ്രധാന പൊതുമേഖലകളെ ദോഷകരമായി ബാധിക്കുമെന്നും ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോറോക്കിൻ വിലയിരുത്തി. അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന H-1B വിസ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇന്ത്യക്കാരാണ്. പ്രതിവർഷം അനുവദിക്കുന്ന H-1B വിസകൾ 70% നേടുന്നത് ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. അതുകൊണ്ട് തന്നെ കോടതി വിധി ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.